ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജോർജിയയിലെ വനങ്ങളിലൂടെ ഒരു ഹൈക്കിങ്ങിനായി കാറിൽ യാത്ര ചെയ്യുന്ന 3 സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. ക്രിസ്, ഡാനിയേൽ, അലേഷ്യ എന്നിവരായിരുന്നു അവർ. യാത്രാമധ്യേ ഡാനിയേൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി വണ്ടി നിർത്തി പുറത്തുപോയി. ഈ സമയം ക്രിസ് തലേ ദിവസത്തെ ഒരു സംഭവത്തെക്കുറിച്ച് അലേഷ്യയോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊരു തെറ്റായി കണക്കാക്കി മിണ്ടാതിരിക്കാനാണ് അലേഷ്യ ആവശ്യപ്പെടുന്നത്. തുടർന്നവർ യാത്ര തുടരുകയും ഒരു സ്ഥലത്തെത്തി ഹൈക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. നടക്കുന്നതിനിടയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ സൈന്യം ഇവിടെ ഉപേക്ഷിച്ച നിരവധി ബോംബുകൾ ഇപ്പോഴും ഇവിടെ കാണാറുണ്ടെന്നും മറ്റും ഡാനിയേൽ സുഹൃത്തുക്കളോട് പറഞ്ഞു. അലേഷ്യയും ഡാനിയേലും പരസ്പരം പ്രണയത്തിലായിരുന്നുവെന്നും ഉടൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ക്രിസിൽ അസ്വസ്ഥതയുളവാക്കുന്നുണ്ട്. രാത്രിയിൽ ടെൻ്റടിച്ച് തീ കായുന്നതിനിടയിൽ ഡാനിയേൽ ക്രിസിനോട് അവൻ്റെ വിഷാദത്തിൻ്റെ കാരണം ചോദിച്ചു. ക്രിസ് അത് തള്ളിക്കളയുകയും ഡാനിയേലിനോട് തൻ്റെ കാര്യങ്ങളോർത്ത് വിഷമിക്കാതെ സ്വന്തം ജീവിതം ആസ്വദിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞാലും സുഹൃത്തുക്കളായി തുടരുമെന്ന് ഡാനിയേൽ ഉറപ്പു നൽകി. തുടർന്ന് മൂവരും സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് രാവിലെ തങ്ങളുടെ സാധനങ്ങളിൽ ആരോ തിരിമറി നടത്തുന്നത് കണ്ട് ക്രിസ് ആ വ്യക്തിയെ പിടികൂടി മർദ്ദിച്ചു. താൻ ഡാനിയേലിൻ്റെ സുഹൃത്തായ ഡേവിയാണെന്ന് അയാൾ പറഞ്ഞു. ഉടൻ തന്നെ ഡാനിയേലും അലീഷയും അവിടെ എത്തി ക്രിസിനെ പിന്തിരിപ്പിച്ചു. ക്രിസ് ഡേവിയോട് ക്ഷമ ചോദിക്കുകയും അവർ പരിചയപ്പെടുകയും ചെയ്തു. ഫോട്ടോ എടുക്കാനായാണ് ഡേവിയെ വിളിച്ചതെന്ന് ഡാനിയേൽ ക്രിസിനോട് പറഞ്ഞു. അവരെല്ലാവരും ഡേവിയുടെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടം കുറ്റിച്ചെടികൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്കായി പോസ് ചെയ്തു. ക്യാമറയിലൂടെ നോക്കുമ്പോൾ ക്രിസിൻ്റെ കാലിനടിയിൽ എന്തോ ഉള്ളതായി ഡേവി കണ്ടു. അതുകൊണ്ട് തന്നെ അനങ്ങരുതെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു. ക്രിസിൻ്റെ കാലിനടിയിൽ ലാൻഡ്മൈനാണെന്ന് ഡാനിയേൽ പരിശോധിച്ച ശേഷം മനസ്സിലാക്കി. ചെറുതായി അനങ്ങിയാൽ പോലും അത് പൊട്ടിത്തെറിക്കും. എല്ലാവരും ഭയന്നു. ഡേവി ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുകയും സഹായത്തിന് വേണ്ടി പുറത്തുനിന്നുള്ള വിദഗ്ധനെത്താൻ ഏകദേശം 4 മുതൽ 5 മണിക്കൂർ എടുക്കുമെന്നും പറഞ്ഞു. സ്വയരക്ഷയ്ക്കായി ആരും ക്രിസിൻ്റെ അടുത്തേക്ക് പോകരുതെന്നും അവൻ അറിയിച്ചു. എന്നാൽ ഡാനിയേൽ ഡേവിയെ സഹായം തേടി അയച്ച ശേഷം ക്രിസിനരികിൽ തന്നെ നിന്നു. ഭയന്നുപോയ അലേഷ്യ ഡാനിയേലിനോട് അവനിൽ നിന്ന് മാറി നിൽക്കാനായി ആവശ്യപ്പെട്ടുവെങ്കിലും സഹായം എത്തുന്നതുവരെ താൻ ക്രിസിനെ ഒറ്റക്കാക്കില്ലെന്ന് ഡാനിയേൽ ഉറപ്പിച്ചു പറഞ്ഞു. ക്രിസ് ആവശ്യപ്പെട്ടിട്ടും ഡാനിയേൽ അവിടം വിട്ടുപോകാൻ തയ്യാറായില്ല. ഡാനിയേൽ അലേഷ്യയോട് ദേഷ്യപ്പെട്ട് മാറി നിൽക്കാനായി ആവശ്യപ്പെട്ടു. അലേഷ്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡാനിയേലിൻ്റെ ഫോണിൽ സിഗ്നൽ ലഭിക്കുകയും അവൻ സഹായത്തിനായി വിളിക്കുകയും ചെയ്തു. ഇത് കണ്ട് അലീഷ്യ സന്തോഷിച്ചു. ഒരു ബോംബ് വിദഗ്ധനെ അയക്കാൻ ഡാനിയേൽ ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ സഹായം പോലീസ് നിഷേധിക്കുകയാണെന്ന് ഡാനിയേൽ അലീഷ്യയോട് പറഞ്ഞു. അലീഷ്യയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വേശ്യകളെ സഹായിക്കാറില്ല എന്നാണ് പോലീസ് പറയുന്നതെന്ന് ഡാനിയേൽ പറഞ്ഞു. ഇത് കേട്ട് അലീഷ്യ ഞെട്ടി. വിവാഹത്തിന് മുൻപ് താൻ എല്ലാം ഡാനിയേലിനോട് പറയാനിരിക്കുകയായിരുന്നുവെന്നും പോലീസിനെ വിളിക്കണമെന്നും അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ താൻ അവളെ വിഡ്ഢിയാക്കുകയായിരുന്നുവെന്നും അവിടെ മൊബൈൽ സിഗ്നൽ ഇല്ലെന്നും ഡാനിയേൽ പറഞ്ഞു. ഈ സമയത്താണ് അവർ തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം വെളിപ്പെടുന്നത്. കാറിൽ വെച്ച് ക്രിസ് അലേഷ്യയോട് സംസാരിക്കാൻ ശ്രമിച്ച സംഭവം, അതായത് ക്രിസും അലേഷ്യയും തമ്മിൽ ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് ഡാനിയേൽ തിരിച്ചറിഞ്ഞിരുന്നു. ക്രിസ് ഇപ്പോഴും അലേഷ്യയെ സ്നേഹിക്കുന്നു. ഇതിന് പകരം വീട്ടാനാണ് ഡാനിയേൽ ഈ യാത്ര ആസൂത്രണം ചെയ്തതും ലാൻഡ്മൈൻ വെച്ച് അവരെ കുടുക്കിയതും. ഡേവിയും ഡാനിയേലിൻ്റെ കളിയിൽ പങ്കാളിയാണ്. ഒളിച്ചു വെച്ച ഒരു പിക്കാസ് എടുത്തു കൊണ്ടുവന്ന് ഡാനിയേൽ അലേഷ്യയ്ക്ക് നൽകി. ക്രിസിനെ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം ഈ പിക്കാസ് ഉപയോഗിച്ച് കുഴിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണെന്നും അവൻ പറഞ്ഞു. അതിനുശേഷം ഡാനിയേൽ ലാൻഡ്മൈനിൻ്റെ പിന്നൂരിയെറിഞ്ഞ് തൻ്റെ സാധനങ്ങളെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അലീഷ്യ തടയാൻ ശ്രമിച്ചെങ്കിലും ഡാനിയേൽ അത് വകവയ്ക്കാതെ അവിടെ നിന്നും പോയി. ഡേവി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് സ്ഥലം വിട്ടു. അലീഷ്യ കാട്ടിലേക്ക് പോയി ലാൻഡ്മൈനിൻ്റെ പിൻ കണ്ടെത്തി അത് തിരികെ വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ അവൾ ക്രിസിനെ രക്ഷിക്കാൻ കുഴിക്കാൻ ആരംഭിച്ചു. അതേസമയം ഇലിയ എന്നൊരു വേട്ടക്കാരൻ തൻ്റെ നായയുമായി അവിടേക്ക് വരികയാണ്. നായ അലീഷ്യയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇലിയ അതിനെ തടഞ്ഞു. തുടർന്ന് ഇലിയ അവരുടെ നേർക്ക് തോക്കു ചൂണ്ടി തങ്ങൾ ഹൈക്കിങ്ങിന് വന്നവരാണെന്നും കൂട്ടുകാരൻ മൈനിൽ കുടുങ്ങിയതാണെന്നും അലീഷ്യ പറഞ്ഞു. എന്നാൽ അവർ കൊലപാതകികളാണെന്നും ആരെയോ കൊന്ന് കുഴിച്ചിട്ടതാകുമെന്നുമാണ് ഇലിയ ആദ്യം കരുതിയത്. എന്നാൽ അലീഷ്യയുടെ അപേക്ഷ കേട്ട് താൻ അവരെ തെറ്റിദ്ധരിച്ചതാണെന്ന് ഇലിയയ്ക്ക് മനസ്സിലായി. കുഴിക്കാൻ സഹായിക്കാമോ എന്ന് അലീഷ്യ ചോദിച്ചു. ഇലിയ സമ്മതിച്ചു. എങ്കിലും നിങ്ങളിവിടെ എങ്ങനെ കുടുങ്ങിയെന്ന് ഇലിയ അവളോട് ചോദിച്ചു. സത്യം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ താൻ സഹായിക്കില്ല എന്ന് പറഞ്ഞ് ഇലിയ പോകാനൊരുങ്ങി. അപ്പോഴാണ് അലീഷ്യ താനും ക്രിസും ഒരുമിച്ച് കിടന്നതിലുള്ള പ്രതികാരം വീട്ടാൻ തൻ്റെ കാമുകനാണിത് ചെയ്തതെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് ഇലിയ അവരോട് ചോദിച്ചു, നിങ്ങളെ സഹായിച്ചാൽ എനിക്കെന്ത് കിട്ടും? അതിന് പകരമായി എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തോളാൻ അലീഷ്യ അയാളോട് പറഞ്ഞു. സന്തോഷവാനായ ഇലിയ ബാഗ് പരിശോധിക്കുകയും അതിൽ നിന്നും, 'അലീഷ്യയുടെ ഒരു അടിവസ്ത്രം അവനെ കിട്ടുകയും ചെയ്തു. അതോടെ ഇലിയ അലീഷ്യയോട്, 'നിങ്ങൾ എന്നെ സഹായിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? അതിന് പകരമായി എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തോളാൻ അലീഷ്യ അയാളോട് പറഞ്ഞു. സന്തോഷവാനായ ഇലിയ ബാഗ് പരിശോധിക്കുകയും അതിൽ നിന്നും അലീഷ്യയുടെ ഒരു അടിവസ്ത്രം അവനെ കിട്ടുകയും ചെയ്തു.
നീ ധരിച്ച അടിവസ്ത്രം എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവളെ ബലാത്സംഗം ചെയ്യാനായി ശ്രമിച്ചു. ക്രിസ് തൻ്റെ കൈവശമുള്ള $300 വാഗ്ദാനം ചെയ്തുവെങ്കിലും തനിക്ക് പണം വേണ്ടെന്നും അടിവസ്ത്രം തന്നില്ലെങ്കിൽ താൻ സഹായിക്കില്ലെന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി. നിവൃത്തിയില്ലാതെ അലേഷ്യ അടിവസ്ത്രം നൽകാൻ തയ്യാറായി. അടിവസ്ത്രം ഊരാൻ ടെൻറ്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇലിയ അവളെ തടയുകയും അവിടെ വെച്ച് തന്നെ അഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സഹായം ലഭിക്കാൻ മറ്റു വഴിയില്ലാത്തതിനാൽ അലേഷ്യ അടിവസ്ത്രം അഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇലിയ കുഴിക്കാൻ തുടങ്ങി. ഇലിയയുടെ ബാഗിൽ നിന്നും റേഡിയോയുടെ ശബ്ദം കേട്ട് അതുപയോഗിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ അലേഷ്യ അപേക്ഷിച്ചു. റേഡിയോ തന്നാൽ തനിക്കെന്ത് കിട്ടും എന്ന് ഇലിയ വീണ്ടും ചോദിച്ചു. അലേഷ്യയുടെ അടിവസ്ത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് നായയെപ്പോലെ വായിൽ കടിച്ചു പിടിച്ച് കൊണ്ടുവന്നാൽ റേഡിയോ തരാമെന്ന് ഇലിയ അവളോട് പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും നിവൃത്തിയില്ലാതെ അലേഷ്യ അത് ചെയ്യുകയും റേഡിയോ വാങ്ങുകയും ചെയ്തു. അലേഷ്യ ഒരു എമർജൻസി നമ്പറിൽ വിളിച്ചു. എന്നാൽ അപ്പുറത്തുണ്ടായിരുന്ന ഓഫീസർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ജോർജിയൻ ഭാഷയിൽ സഹായം അഭ്യർത്ഥിക്കാൻ അലേഷ്യ ഇലിയയോട് അപേക്ഷിച്ചു. പതിവ് പോലെ തന്നെ ഇലിയ ഒരു കരാർ വെച്ചു. നീ നഗ്നയായാൽ ഞാൻ സഹായം അഭ്യർത്ഥിക്കാം. അലേഷ്യ അത് വേണ്ടെന്ന് വെച്ച് അയാളോട് പോകാനായി ആവശ്യപ്പെട്ടു. റേഡിയോയിൽ ഓഫീസർ വീണ്ടും അവരുമായി കോൺടാക്റ്റ് ചെയ്യാനായി ശ്രമിച്ചു. പോലീസ് ഇവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി തങ്ങൾ സുരക്ഷിതരാണെന്ന് പറയാൻ ഇലിയ അലേഷ്യയെ നിർബന്ധിച്ചു. അവൾക്ക് ജോർജിയൻ ഭാഷ അറിയാത്തതുകൊണ്ട് ഇലിയ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓഫീസർക്ക് കാര്യം മനസ്സിലാക്കുന്നതുവരെ ഓരോ വാക്കും പറയുന്നതിനെ ഓരോ വസ്ത്രങ്ങളായി അഴിച്ചു മാറ്റണമെന്ന് ഇലിയ ഭീഷണിപ്പെടുത്തി. ഇലിയയുടെ ഭീഷണിക്ക് വഴങ്ങി ആദ്യത്തെ വാക്കുകൾക്കായി അലേഷ്യ ടോപ്പഴിച്ചു. പിന്നീട് ഓഫീസറിൽ നിന്നും മറുപടി ഇല്ലാത്തതിനെ തുടർന്ന് ഇലിയ അവിടെ നിന്ന് പോകാനൊരുങ്ങി. എന്നാൽ ഓഫീസർ വീണ്ടും സംസാരിച്ചു. അതോടെ ഇലിയ തിരിച്ചോടി വന്നു. ഇലിയയുടെ ഭീഷണിയിൽ ഭയന്നുപോയ അലേഷ്യ അവനോട് പോകാനായി അപേക്ഷിച്ചു. എന്നാൽ ഇലിയ അവളുടെ നേർക്ക് തോക്കു ചൂണ്ടി. ക്രിസ് തൻ്റെ സംസാരം കൊണ്ട് ഇലിയയുടെ ശ്രദ്ധ മാറ്റുകയും അലേഷ്യയോട് ഓടിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇലിയ നായയുമായി അവൾക്ക് പിന്നാലെ പോയി. ക്രിസ് അവിടെ ഉണ്ടായിരുന്ന ചങ്ങലയുടെ സഹായത്തോടെ ഇലിയയുടെ തോക്ക് കൈക്കലാക്കി. അപ്പോഴേക്കും ഇലിയ അലേഷ്യയുമായി തിരികെ എത്തുകയും അവളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ക്രിസ് വെടിവയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇലിയയുടെ നായ ക്രിസിനെ ആക്രമിക്കുകയും വെടിയുണ്ട ലക്ഷ്യം തെറ്റി ബുള്ളറ്റ് അലേഷ്യയുടെ ദേഹത്ത് തുളച്ചു കയറുകയും ചെയ്തു. ഈ സമയത്ത് അവൻ അവിടെയുണ്ടായിരുന്ന കുഴിയിലേക്ക് വീണിരുന്നു. ക്രിസിന് ബോധം വരുമ്പോൾ അലേഷ്യ മരിച്ചെന്നും ലാൻഡ് മൈൻ ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നുവെന്നും അവൻ വേദനയോടെ മനസ്സിലാക്കി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ക്രിസ് ഒരു വീട്ടിലേക്കെത്തി. താൻ വഴിതെറ്റി വന്നൊരു വിനോദസഞ്ചാരിയാണെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ മാപ്പ് നൽകാമെന്ന് വീട്ടിലെ സ്ത്രീയും മകളും അവനോട് പറഞ്ഞു. അങ്ങനെ ക്രിസ് മുകളിലുള്ള അവരുടെ വീട്ടിലേക്ക് കയറുകയാണ്. ആ വീട് ഇലിയയുടേതായിരുന്നു. ഇലിയ അപ്പോൾ പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവർ മാപ്പ് നൽകിയതോടെ ക്രിസ് അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്നാൽ ഇലിയയുടെ ഭാര്യ ഉച്ചഭക്ഷണം കഴിക്കാനായി അവനെ ക്ഷണിച്ചു. ക്രിസ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴാണ് ഇലിയ അവിടേക്ക് എത്തുന്നത്. ക്രിസിനെ വീട്ടിൽ കണ്ട ഇലിയ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അവനോട് പുറത്തു പോകാനായി ആവശ്യപ്പെട്ടു. ഭാര്യയ്ക്കും മകൾക്കും കാര്യം മനസ്സിലായില്ല. ഇലിയ ക്രിസിനെ കാറിൽ കയറ്റി വിടാമെന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. തൻ്റെ കുടുംബത്തെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്നും 1 മണിക്കൂറിനുള്ളിൽ പുറത്തൊറ്റയ്ക്ക് കണ്ടോളാമെന്നും അയാൾ അവനോട് പറഞ്ഞു. ക്രിസ് അത് സമ്മതിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ പിന്നീട് ഇലിയ ക്രിസിനെ ആക്രമിക്കാനായി തൻ്റെ നായയെ അഴിച്ചുവിട്ടു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ നായയ്ക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. ക്രിസ് തിരികെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. ഇത് കണ്ട് ഇലിയ തോക്കെടുക്കാൻ പോകുമ്പോൾ ക്രിസ് തൻ്റെ തോക്കുപയോഗിച്ച് ഇലിയയുടെ 2 കാലിലേക്കും വെടിവെച്ചു. തുടർന്ന് ഇലിയയുടെ ഭാര്യയോട് ഇലിയയെ അകത്തേക്ക് കൊണ്ടുപോകാനായി ആവശ്യപ്പെട്ട ശേഷം ക്രിസിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇലിയയുടെ മകൾ ഇലിയയുടെ ഭാര്യയുടെ കൈകാലുകൾ കെട്ടി അലേഷ്യയുടെ അടിവസ്ത്രം കാണിച്ച് താൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കുടുംബത്തോട് പറയാൻ ക്രിസ് ഇലിയയോട് ആവശ്യപ്പെട്ടു. മദ്യലഹരിയിൽ താൻ ചില തെറ്റുകൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഇലിയ ക്ഷമയാചിച്ചു. അലേഷ്യയോട് ഇലിയ ചെയ്തതുപോലെ തന്നെ ക്രിസ് ഇലിയയുടെ മകളോടും ചെയ്തു. അതിനുശേഷം തോക്കിൽ ഒറ്റ ബുള്ളറ്റ് മാത്രം വെച്ച് ഇലിയയുടെ മകളോട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനായി അവൻ ആവശ്യപ്പെട്ടു. ബുള്ളറ്റ് പൊട്ടുന്നതിന് മുൻപ് അവൾ നഗ്നയായാൽ അവൾക്ക് രക്ഷപ്പെടാം. മകൾ വസ്ത്രങ്ങൾ അഴിക്കാൻ നിർബന്ധിതയായി. എന്നാൽ അപ്രതീക്ഷിതമായി ആദ്യ റൗണ്ടിൽ തന്നെ വെടിപൊട്ടി അവൾ കൊല്ലപ്പെട്ടു. താൻ ദേഷ്യത്തിൽ എല്ലാം താറുമാറാക്കിയെന്ന് ക്രിസ് തിരിച്ചറിഞ്ഞു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഇവിടെ നല്ലവനായിരുന്ന ഒരു വ്യക്തിയെ സാഹചര്യങ്ങൾ മോശക്കാരനാക്കി മാറ്റുകയായിരുന്നു. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.